ഇന്ന് ഞാൻ ഒരു ക്യാരറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നമുക്ക് കട്ടാക്കി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ടാക്കി ഇട്ട് കൊടുക്കുക. അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതാ നമ്മളിതാ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം തന്നെ വെന്ത് വരണം കേട്ടോ. ഇതിൻ്റെ പച്ച ചോയ വിട്ട് കിട്ടണം, അതുവരെ വേവിച്ചെടുക്കുക. ക്യാരറ്റ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടാണ്. ഞാൻ 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടുതലാവണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. ഞാനിപ്പം ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. ക്യാരറ്റും മുട്ടയും ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റവ ആണ്. റവ 1/2 കപ്പ് മാത്രം മതിയാവും. അപ്പോൾ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. റവ ഇട്ടതിനെ കൊണ്ട് ഇതൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് റവ ഒന്ന് കുതിർന്ന് വന്നതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തതാണ് ഇട്ടത്. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല നേർപ്പ് തന്നെ അടിച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ട് തന്നെ അടിച്ചെടുക്കണേ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കണേ. ഇനി ഇതാ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ചട്ടിയാണ്. ഞാൻ ആദ്യം 2 പ്രാവശ്യം ചെയ്തിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഫ്ലോപ്പ് ആവും, പിന്നെ അങ്ങ് കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ആര് വന്നതിന് ശേഷം ബബിൾസ് വരുമല്ലോ മേലെ, നിറച്ചും ബബിൾസ് വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നല്ല അടിപൊളി ഓട്ടപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കണം എന്നില്ല, ക്യാരറ്റ് ചേർക്കാണ്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിതൊരു ക്യാരറ്റ് ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുഴുവനായിട്ടും ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിൽ കൂടിയൊക്കെ പുക വന്നു കഴിഞ്ഞാൽ മൂടിയെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. അഥവാ അടിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ഒന്ന് ചുട്ടെടുത്താൽ 2-3 പ്രാവശ്യം ചുട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ അടുപ്പിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. തീ ഉണ്ടെങ്കിൽ അടുപ്പിലായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അടുപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നല്ല താളുപോലെ കിട്ടണമെങ്കിൽ നമ്മളെ മാവ് നല്ലോണം നേർത്ത് തന്നെ നിൽക്കണം കേട്ടോ. എന്നാലാണ് നല്ല താളുപോലെ ഉണ്ടാവുക. ചിലവർ പറയുന്ന കേൾക്കാം ഞാൻ ഇപ്പം ചുട്ടാലും നല്ല ഹാർഡായിട്ടാണ് നിൽക്കുക. പക്ഷേ അതങ്ങനെയല്ല കേട്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. അങ്ങ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കേട്ടോ. കയ്യിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് തന്നെ കുഴഞ്ഞ് നിൽക്കും കേട്ടോ. പിന്നെ തേങ്ങാപ്പാലും കൂടി ആക്കിയാൽ പിന്നെ പറയണ്ട, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളൂ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ.